കൊണ്ടിരിക്കുന്നത്. ദുർഗ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊങ്കാല ഓർമ്മകൾ എങ്ങനെയാണ്? വളരെ കുഞ്ഞുനാൾ മുതലേ വരാറുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. ഒരിക്കലും ക്ഷേത്ര പരിസരത്ത് വന്ന് ഇടാനുള്ളൊരു അവസരം ലഭിച്ചിട്ടില്ല. വീടിനോട് ചേർന്ന് തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ തൈക്കാടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ തൈക്കാട് ശാസ്താക്ഷേത്രമുണ്ട്. അതിന് മുൻപിലൊക്കെ പണ്ട് മുതലേ പൊങ്കാല സജീവമായിരുന്നു. അത്തരം ആ ഓർമ്മകളൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വളരെ പ്രത്യേകതയാർന്നൊരു പൊങ്കാലയാണ്. അതായത് ഞാൻ പൊങ്കാല ദിനത്തിൽ ആറ്റുകാലമ്മയുടെ നടയിൽ വരികയും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. എന്തായിരുന്നാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലേ? അതെ, പ്രജിത്ത് റെഡി ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രജിത്ത് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? പ്രജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? രോഹിണി, ഞാനിപ്പോൾ ഈ തമ്പാനൂരിൽ മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ പൊങ്കാലയ്ക്ക് എത്തുന്നവരും മടങ്ങുന്നവരുമെല്ലാം ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ പോയിന്റാണ് തമ്പാനൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡും മുഖാമുഖം നിൽക്കുന്ന പ്രദേശം. ഇവിടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ക്ഷേത്ര പരിസരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തിങ്ങിക്കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തമ്പാനൂരത്തെ ഈ റോഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്രയധികം സ്ത്രീകൾ ഇവിടെ ഇപ്പോൾ തന്നെ ഈ പൊങ്കാല അടുപ്പുകളൊക്കെ നിരത്തി പലരും നിവേദ്യത്തിനുള്ള വസ്തുക്കളെല്ലാം വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി അടുപ്പിൽ തീ പകരുമ്പോൾ അതിൽ ഇതൊക്കെ വേവിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുക എന്ന് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. പലരും പ്രഭാത ഭക്ഷണമൊക്കെ ഇവിടെ വിതരണം ചെയ്തത് ഭാഗങ്ങളിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് കാത്തിരിക്കുകയാണ്. വെയിലിൻ്റെ കാഠിന്യം അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പലരും കൊടയൊക്കെ ചൂടി തുടങ്ങിയിരിക്കുന്നു, വിശറികളൊക്കെ വീശി തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ ചില KSRTC ബസ്സുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ ബസ്സുകൾ അല്പസമയം ഇപ്പോൾ എല്ലാ ബസ്സുകളും ഈ തമ്പാനൂർ ഡിപ്പോയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിരത്തിയിട്ട ശേഷം നിവേദ്യം കഴിയുന്നതോടെ ഈ ബസ്സുകളെല്ലാം ഇറങ്ങി പുറത്ത് ഈ റോഡിൽ നിരനിരയായി കിടക്കും. ഏതാണ്ട് 100-300ഓളം സ്പെഷ്യൽ ബസ്സുകളാണ് പൊങ്കാലയ്ക്കായി മാത്രം KSRTC സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ആളുകൾക്ക് അതേസമയം പൊങ്കാലയുടെ നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. എത്രയും പെട്ടെന്ന് വീടിനടുത്തേക്കുള്ള ബസ് അത് എത്രയും പെട്ടെന്ന് അതിൽ കയറി വീട് പിടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് നോക്കുക ആളുകൾ. പിന്നീട് നമ്മൾ നേരത്തെയും സംസാരിച്ച ആളുകളൊക്കെ ഒന്ന് പാലക്കാട് നിന്നുള്ളവർ, കോഴിക്കോട് നിന്നുള്ളവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരുടെയും ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഉള്ള അധിക സ്റ്റോപ്പുകളൊക്കെയാണ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം പല ട്രെയിനുകളുടെയും 31 ട്രെയിനുകൾക്ക് വിവിധ സ്റ്റേഷനുകളിൽ താൽക്കാലിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസും നാഗർകോവിൽ പാസഞ്ചറും ഒക്കെ സമയം വൈകി മാത്രമായിരിക്കും, ഭക്തരുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും പുറപ്പെടുക. വന്ദേ ഭാരത് എക്സ്പ്രസിനും ജനശതാബ്ദി എക്സ്പ്രസിനും തിരുവനന്തപുരം നോർത്തിലും പേട്ടയിലുമൊക്കെ അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്ക് തിരുവനന്തപുരം സെൻട്രൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിൽ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. കൊല്ലം ഭാഗത്തേക്കും വടക്കൻ കേരളത്തിലേക്കുമുള്ള ട്രെയിനുകൾ 2 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പുറപ്പെടും. ഒപ്പം ടിക്കറ്റ് എടുക്കൽ സുഗമമാക്കാൻ വേണ്ടി അധിക ടിക്കറ്റ് കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളിൽ റിസർവ് ചെയ്യാത്ത ടിക്കറ്റിങ്ങും UTS ഓൺമൊബൈൽ QR കോഡ് കൗണ്ടറുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പവർ ഹൗസ് റോഡിലെ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്രവേശന കവാടവും യാത്രക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ യാത്രക്കാരുടെ പ്രവേശനത്തിന് മാത്രമായിരിക്കും. അങ്ങനെ വിവിധ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അധിക സ്റ്റോപ്പുകളൊക്കെ 13 ഇന്നത്തെ സർവീസിൽ അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ള ട്രെയിനുകളുടെ കാര്യം നേരത്തെ പറയുമ്പോൾ വന്ദേ ഭാരതിനെ പോലും എന്തായാലും ആറ്റുകാലമ്മയുടെ ഭക്തർ പൊങ്കാലയ്ക്ക് എത്തിയ സ്ത്രീകൾ അല്പം സ്ഥിരം അവരുടെ പതിവൊക്കെ ഒന്ന് മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ ഒരു വഴക്കത്തിനും റെയിൽവേ തയ്യാറാകാത്ത ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എന്നുള്ളത്. പക്ഷേ ആറ്റുകാലമ്മയുടെ ഭക്തർക്ക് മുന്നിൽ റെയിൽവേ അക്കാര്യത്തിൽ നിലപാടുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് അത് തിരുവനന്തപുരം റോത്ത് റെയിൽവേ സ്റ്റേഷനിൽ 2:24-ന്, അതുപോലെ ഈ നോർത്തിൽ 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് 4 മണിക്ക്, അങ്ങനെയൊക്കെയുള്ള സമയക്രമീകരണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. സ്റ്റോപ്പുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. ജനശതാബ്ദിയുടെയും കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസിൻ്റെയും
എറണാകുളം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെയും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്കുള്ള അവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, എറണാകുളം ജംഗ്ഷൻ അങ്ങനെയുള്ള വിവിധ സ്റ്റേഷനുകൾക്ക് വിവിധ ട്രെയിനുകൾക്കെല്ലാം സ്റ്റോപ്പുകൾ കൂട്ടിയിരിക്കുന്നു. ഈവൻ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിന് പോലും കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ 4ഓളം പുതിയ സ്റ്റോപ്പുകൾ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം, അത് തിരുവനന്തപുരം സൗത്ത്, ബാലരാമപുരം, ധനുവച്ചപുരം, പള്ളിയാടി എന്നിവിടങ്ങളിലെല്ലാം സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നു. ഷാലിമാർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണെങ്കിൽ മാരാരിക്കുളത്തും തുറവൂരുമെല്ലാം ഈ പറയുന്ന രീതിയിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നു. മലബാർ എക്സ്പ്രസ്സിന് മയ്യനാട് പുതിയൊരു സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ഈ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന സ്ത്രീകൾക്കെല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയും സംസ്ഥാന സർക്കാരിൻ്റെ KSRTCയും എല്ലാം ഒരു മനസ്സോടെ കൂടുതൽ സർവീസുകളും സേവനങ്ങളും എല്ലാം ഒരുക്കി കാത്തു നിൽക്കുന്നു. എന്തായാലും ഇവിടെ ഈ പൊങ്കാലയ്ക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഏകദേശം ഈ വിഭവങ്ങളുടെയൊക്കെ ജോലികളൊക്കെ ഏകദേശം പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീ പടർന്ന് അത് വേവിക്കുക എന്ന രീതിയിലേക്ക് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ്. ഒരുക്കി കഴിഞ്ഞവർ ചിലരാകട്ടെ ഈ പോയിന്റുകളിൽ വിവിധ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഭാരതി പോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള, മറ്റ് വൈദ്യസഹായം ഒരുക്കിയിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ തേടാനായി പോയിട്ടുണ്ട്. അവസാനം എത്തിയ ആളുകൾ, അവസാനത്തെ ട്രെയിനിലും അവസാനത്തെ ബസ്സിലുമൊക്കെ എത്തിയ ആളുകൾ ഇപ്പോൾ കലവുമൊക്കെ വാങ്ങി അടുത്ത വെള്ളം കിട്ടുന്ന പോയിന്റുകളിലേക്ക് പോകുന്ന കാഴ്ചയെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് പൊങ്കാലയ്ക്കുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. അത്തരത്തിൽ അവസാനമായി തിരുവനന്തപുരത്ത് എത്തിയവർ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ആളുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്പം. ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത ട്രെയിനുകൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തും. റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകളെ വിവിധ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇനി എവിടെയെങ്കിലും പൊങ്കാല അടുപ്പുകൾ വെക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരം നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വളരെ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്. പലരും സൗജന്യമായിട്ടൊക്കെയാണ് ഈ പൊങ്കാല ദിവസമൊക്കെ സർവീസ് നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. മറ്റ് എല്ലാ സംവിധാനങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും എങ്ങനെയാണോ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരം ഒന്നു ചേർന്ന് ഒന്നായി ഇവരെ വരവേൽക്കുന്നത്, അതിനനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഈ സേവാ സംഘടനകളുടെയും പറയുന്ന മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ കൂടുതൽ പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ കൂടുതലായി തുറന്നിട്ടുണ്ട്. എല്ലായിടത്തും കുടിവെള്ളം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടുകാരും സർക്കാർ സംവിധാനങ്ങളും കോർപ്പറേഷനും എല്ലാ സംവിധാനങ്ങളും ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൂടി ഈ പൊങ്കാലയുടെ ഒരു പ്രത്യേകതയാണ്. ചില കാലങ്ങളിൽ ചില പരാതികളൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ കാര്യമായ പരാതികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തവണ പരാതികളൊന്നും വരുന്നില്ല, പരാതികളൊന്നും ഇല്ല അമ്മമാർക്ക് എന്നുള്ളതാണ്. ഇത്രയും സുരക്ഷാ ഇത്രയും പോലീസുകാരും ഇത്രയും അല്ലാതെ ഉള്ള സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളും കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളും എല്ലാം തന്നെ പൊങ്കാലയ്ക്ക് വളരെയധികം ഊർജ്ജസ്വലരായി നിൽക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പ്രധാനമാണ് രോഹിണി, ഈ പൊങ്കാലയിടുന്ന അമ്മമാർ അവരുടെ സുരക്ഷ വളരെ നല്ല രീതിയിൽ തന്നെ നോക്കേണ്ടതാണ്. എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമോ അങ്ങനെ എന്തെങ്കിലും തന്നെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ക്യാമ്പിലേക്കോ, ഹെൽത്ത് ക്യാമ്പിലേക്കോ അതുപോലെ അങ്ങനെ ചെന്ന് പറയണം. അല്ലെങ്കിൽ അടുത്തുള്ള സന്നദ്ധ പ്രവർത്തകരെ നിരന്തരം അനൗൺസ്മെന്റിലൂടെ നിരന്തരം ബോധവൽക്കരണം നടക്കുന്നുണ്ട്. എന്തായാലും ദുർഗ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.